ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. വാതിലിൽ ആരോ നോക്കി ചെയ്യുന്നത് കേട്ട് ദേവൻ കൈയെടുക്കാതെ തന്നെ ലോക്ക് താഴേക്ക് നീക്കി വാതിൽ തുറന്നു. ചിരിക്കുന്ന മുഖത്തോടെ കയ്യിൽ ട്രേയുമായി ഒരു നഴ്സ്. നഴ്സിനകത്തേക്ക് കടക്കാൻ പാകത്തിന് ദേവൻ വാതിക്കൽ നിന്നും നീങ്ങി നിന്നു. നഴ്സ് ട്രേ ടേബിളിൽ വെച്ച് അതിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്ത് ആവണിക്ക് കൊടുത്തു. ഉഷാറായില്ലേ ആവണി? ഈ ടാബ്ലറ്റ് കഴിച്ചോളൂ, ക്ഷീണം മാറും, നല്ല ഉറക്കവും കിട്ടും, ടെൻഷനൊക്കെ മാറി മനസ്സൊന്ന് ഫ്രീ ആവും. ആവണി ആ ടാബ്ലറ്റ് കഴിച്ചു. ഉറങ്ങാനുള്ള മരുന്നാണ് ഇപ്പോൾ കൊടുത്തത് എന്നും ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞേ ഉണരുകയുള്ളൂ എന്ന് ദേവനോട് പറഞ്ഞിട്ട് നഴ്സ് പുറത്തേക്ക് പോയി. ദേവൻ ഡോർ അടച്ചു ബെഡിൽ അവളുടെ അടുത്ത് വന്നിരുന്നു. അടുത്ത് ദേവൻ മാത്രമായപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ മൂലം ഇത്തിരി നേരം മാറി നിന്ന ആ ചിന്തകൾ വീണ്ടും അവളിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. അതൊരു വിഷാദഭാവമായി അവളുടെ മുഖത്ത് നിഴലിച്ചു. അത് മനസ്സിലാക്കിയ ദേവൻ അവളോട് ആശ്വസിപ്പിക്കാൻ വാക്കുകളെ തിരഞ്ഞു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവൻ ഒന്നും മിണ്ടാതെ അവളുടെ അരികിലിരുന്നു. അവൾ അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു. അവരുടെ മനസ്സുകളിൽ എന്താണെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാൻ ഇരുവർക്കും കഴിയുമായിരുന്നു. അത് അവരുടെ മൗനത്തിന്റെ ദൈർഘ്യം കൂട്ടി. ആവണിക്ക് തന്റെ തലയ്ക്ക് ഭാരം കൂടുന്നത് പോലെ തോന്നി. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. ഒരു സൈഡിലേക്ക് നീങ്ങിക്കിടന്ന അവളുടെ ടോപ്പ് അവൻ നേരെയാക്കി. കണ്ണുകൾ പൂട്ടി നിഷ്കളങ്ക ഭാവത്തോടെ ഉറങ്ങുന്ന അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ അവന്റെ അധരങ്ങൾ അമർന്നു. ഉറക്കത്തിൽ മാലാഖ കുഞ്ഞുങ്ങളെ കണ്ടിട്ടെന്ന പോലെ അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദേവൻ ബെഡിനോട് ചേർന്നിട്ടിരുന്ന ചെയറിലിരുന്ന് മെഴുതിരിവെട്ടം എന്ന ബ്ലോഗ് ഓപ്പൺ ചെയ്തു. രാവിലത്തെ ടെൻഷനും അലച്ചിലും കാരണം ദേവൻ ആകപ്പാടെ ക്ഷീണിച്ചിരുന്നു. ശരീരത്തിന്റെ അലച്ചിലിനേക്കാൾ മനസ്സിന്റെ വിഷമം ക്ഷീണത്തിന് ആക്കം കൂട്ടി. ആവണി നോർമൽ ആയത് അവൻ ആശ്വാസം നൽകിയിരുന്നു. ആ ആശ്വാസവും തിങ്ങി നിന്ന നിശബ്ദതയും ഫാനിന്റെ ചെറുതായ കടകട ശബ്ദവും കാറ്റും അവനെ ചെറിയൊരു മയക്കത്തിലേക്ക് തള്ളിവിട്ടു. ഡോറിൽ തട്ടുന്ന ശബ്ദവും ദേവേട്ട എന്ന വിളിയും അവനെ മയക്കത്തിൽ നിന്നും ഉണർത്തി. ദേവനും ആവണിക്കും ആവശ്യത്തിനുള്ള ഡ്രസ്സും രാത്രിയിലേക്കുള്ള ഭക്ഷണവും ഒക്കെയായി വന്ന ഉദയായിരുന്നു അത്. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവൻ ടേബിളിൽ വെച്ച ശേഷം ബെഡിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ആവണിയുടെ അരികിൽ ഇരുന്ന് അവളുടെ മുടിയിൽ തലോടി. മയക്കത്തിലാ, മരുന്നിന്റെയാ, ദേവൻ പറഞ്ഞു. പാവം, എന്താ ദേവേട്ട ഇവൾക്ക് പറ്റിയത്? ദേവേട്ടൻ അറിയാത്ത ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലല്ലോ ഇവൾക്ക്. എന്നിട്ടും ദേവന് വാക്കുകളില്ലായിരുന്നു. അല്ലെങ്കിലും എന്താണ് ഇവർക്കൊക്കെ മറുപടി നൽകുക? മൗനം തന്നെയാണ് നല്ലത്, അവൻ കരുതി. ഇവളുടെ ഒച്ചയും കളിയും കുറുമ്പും ഒന്നുമില്ലാതെ വീട് ആകെ ഉറങ്ങിപ്പോയി. എല്ലാരും വിഷമത്തിലാ. വൈകാതെ തന്നെ ഉദയ് തിരികെ പോയി. ആവണി പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നില്ല. ദേവൻ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ബെഡിൽ ഭിത്തിയിൽ ചാരി കണ്ണടച്ചിരിപ്പുണ്ടായിരുന്നു. ആവണി ബെഡിൽ എഴുന്നേറ്റിരുന്ന് അഴിഞ്ഞുകിടന്ന മുടി മുകളിലേക്ക് കെട്ടിവെച്ചു. ഉണർന്ന് എഴുന്നേറ്റപ്പോൾ അവൾക്കൊരു ഉന്മേഷം തോന്നി. ഡോറിന്റെ ലോക്ക് എടുക്കുന്ന ശബ്ദം കേട്ട് ദേവൻ കണ്ണു തുറന്നു നോക്കി. ആവണി, ദേവേട്ടന് കിടന്നുറങ്ങായിരുന്നില്ലേ? എന്തിനാ ഇരുന്നുറങ്ങണേ? ഞാൻ ഉറങ്ങിയില്ല, നല്ല വിശപ്പ്, നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാം. ഇപ്പൊ ക്യാൻറ്റീൻ പോയിട്ട് ഒരു പെട്ടിക്കട പോലും ഉണ്ടാവില്ല. സമയം 2 മണിയായി. 2 മണിയോ? ഞാൻ ഇത്രയും നേരം ഉറങ്ങിയോ? ദേവേട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു. എനിക്ക് വിശക്കില്ലേ? നിന്നെ പോലെ ഞാൻ ബോധം കെട്ട് ഉറങ്ങുകയല്ലായിരുന്നല്ലോ. അവൾ വെറുതെ ചിരിച്ചു. അവൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചോറും കറിയും ഒരു പാത്രത്തിലെടുത്തു. ആവണി അത് വാരി വലിച്ചു തിന്നു. വയറു നിറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. ജനലോരത്ത് പുറത്തേക്ക് നോക്കി അവൾ നിന്നു. ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് രാത്രി വന്നെത്തിയിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. നിറയെ കാറുകളും 2 വീലർ വെഹിക്കിൾസും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പതിവ് കാഴ്ചയായ സെക്യൂരിറ്റി ചേട്ടനും. ആവണി എന്നുള്ള വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കുറച്ചു നേരമായി അവൾ ആ വിളി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ നടന്ന് അവന്റെ അടുത്ത് ചെന്നിരുന്നു.
അവൻ എന്തെങ്കിലും ചോദിക്കും മുന്നേ അവൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ദേവേട്ടാ. എൻ്റെ മനസ്സ് ആയുഷ്മാന് ഇത്രമാത്രം അടിമപ്പെട്ടുവെന്നും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഒരു പരിചയവും ഇല്ലാത്ത, ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നത്, എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നത്. അറിയില്ല, ഒന്നും അറിയില്ല. അവളൊന്ന് നിർത്തി. എനിക്ക് അയാളെ വേണം ദേവേട്ടാ, എനിക്ക് വേണം. ഒന്ന് കാണണം. ഞാൻ അറിയാത്ത, ചിലപ്പോൾ ഈശ്വരൻ മാത്രം അറിയുന്ന എന്തോ ഒരു ബന്ധമുണ്ട് ഞങ്ങൾക്കിടയിൽ. ഒരു മുൻജന്മ ബന്ധം. ഒരു മാഗ്നറ്റ് പോലെ അയാൾ എന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാന്തിക വലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ എനിക്കാവുന്നില്ല. അയാളുടെ വരികൾ, അതിലെപ്പോഴും ഞാനുണ്ട്. ചിലപ്പോൾ എന്നെ അറിയുന്ന ആരെങ്കിലും ആവോ ഈ ആയുഷ്മാൻ? അവന്റെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കമുണ്ടായി. ആയുഷ്മാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ കാട്ടിത്തരാം. അവൾ വേഗം ചെന്ന് ദേവന്റെ ഫോൺ എടുത്ത് അവളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ബ്ലോഗ് എടുത്തു. ഇൻബോക്സിൽ ടച്ച് ചെയ്തു. ദേവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് 1000 ഭാവങ്ങൾ ഒരേ സമയം മിന്നിമറഞ്ഞു. അവസാനം അത് സന്തോഷത്തിനും അതിശയത്തിനും വഴിമാറി. ആവണി, ഞാൻ തന്നെ സങ്കടപ്പെടുത്തിയോ? നിന്റെ മൗനം എന്നെ പേടിപ്പിക്കുന്നു. കണ്ടോ ദേവേട്ടാ, ആയുഷ്മാൻ, ഞാൻ പറഞ്ഞില്ലേ, മഹാദേവന് സീതാദേവിയെ മറന്നു കളയാനാവില്ല. അവൻ എന്നെ ഉപേക്ഷിക്കാനാവില്ല. എന്റെ റിപ്ലൈ കാണാഞ്ഞ് ഇന്ന് ഉച്ചയ്ക്കാണ് ആയുഷ്മാൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവൻ അത്ര നേരവും എന്നെ പ്രതീക്ഷിച്ചിരുന്നു. ആ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇനി മെസ്സേജ് അയക്കില്ലെന്ന് പറഞ്ഞ ആളാ. ആയുഷ്മാനെ ചൊല്ലിയുള്ള അവളുടെ സന്തോഷം ആദ്യമായി അവന്റെ ഹൃദയത്തിൽ ഒരു പുഞ്ചിരി ഉണർത്തി. പെട്ടെന്ന് തന്നെ ആ പുഞ്ചിരി ഭയത്തിന് വഴികാട്ടി.